നമുക്ക് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു പായസം തയ്യാറാക്കാം. ഈ ഒരു കളർ കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. പായസം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാല് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 1/4 ലിറ്റർ പാലും 1/4 ലിറ്റർ വെള്ളവും കൂടി കൂടിയിട്ട് 1/2 ലിറ്റർ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് മാത്രം എന്നുണ്ടെങ്കിൽ അടി പിടിക്കും പെട്ടെന്ന്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചവ്വരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേണം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതൊരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചവ്വരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ പാലിൽ കിടന്നിട്ട് ചവ്വരി നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ചവ്വരി എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായി കാണില്ല. സാഗോ സീഡിനെയാണ് ചവ്വരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ ചവ്വരി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് വെന്ത് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ചവ്വരി നന്നായിട്ട് വെന്ത് വരില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചവ്വരി പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ ഒരു ക്രിസ്റ്റൽ കളറിൽ ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ ചവ്വരിയിൽ ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ പാലും ചവ്വരിയും കൂടി കിടന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം കാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും പച്ചയ്ക്ക് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും ഒരു 2 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കി എടുക്കണം. ഈ പായസത്തിലേക്ക് നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. ശരിക്കും കാഷ്നട്ടും കിസ്മസൊക്കെ പച്ചയോട് കൂടി തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പായസം ശരിക്കും കുറച്ച് തണുപ്പിച്ച് കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ നെയ്യൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇടാം. ഇപ്പോൾ പായസത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു ക്രീമിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഈ പായസം ഒന്ന് കളർഫുൾ ആവാനായിട്ട് നമ്മൾ ടൈഗറിൻ്റെ പിസ്ത ഇലൈച്ചി മിക്സാണ് 2 തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലത്തെ പല ഫ്ലേവറിലുള്ള മിക്സ് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിൽ ഇപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ ഏലക്കാപ്പൊടി ഒന്നും പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഈ പായസത്തിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ കാഷ്നട്ടും കിസ്മസും ആണ് ആഡ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ബദാമോ അല്ലെങ്കിൽ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ എടുത്താൽ മതി. കുറച്ച് ലൂസായിട്ട് എടുത്താലേ ഇരിക്കുമ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ശരിക്കും ഒരു കുൾഫിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക്